കാന്ത നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു പടമാണ് കാന്ത. അതായത് ഇത് ഒറ്റ വാക്കിൽ ഈ പടം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും കപ്പ് ഓഫ് ടീ ടൈപ്പ് ആയിട്ടുള്ള പടമല്ല. ഇന്നത്തെ ഈ പടത്തിന് കുറേ നെഗറ്റീവ് റിവ്യൂസ് കാണും. അതായത് നിങ്ങളിപ്പോൾ ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കാണുക. അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ പടം അടിപൊളിയാണ്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖറിൻ്റെ ആക്ടിങ്, അതായത് നമ്മുടെ ബ്രഹ്മയുഗത്തിൽ നമ്മുടെ മമ്മൂക്ക പ്രൂവ് ചെയ്തു. അതായത് മമ്മൂക്കയ്ക്ക് ഇതേപോലത്തെ നെഗറ്റീവ് റോൾസ് ചെയ്യാൻ പറ്റുമെന്ന് മറ്റേ മമ്മൂക്ക ബ്രഹ്മയുഗത്തിൽ നല്ല രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മകനും മോശമല്ലെന്ന് ഈ സിനിമയിലൂടെ പ്രൂവ് ചെയ്തു. അതായത് ദുൽഖറിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ ആക്ടിങ്, അതായത് ഒരു രക്ഷയില്ല, ടോപ്പ് നോച്ച് ലെവൽ ആക്ടിങ് ആണ്. അതായത് ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റത്തില്ല. അതായത് ഈ ടൈപ്പ് പടം, അതായത് നിങ്ങളിപ്പോൾ ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അധികം തമിഴ് അറിയത്തില്ല, അതായത് ലൈറ്റായിട്ട് തമിഴ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ അവരെയും കൊണ്ട് പോകാതിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ചില പോർഷൻസ് ഫസ്റ്റ് ഹാഫിൽ ചില പോർഷൻസ് മനസ്സിലാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തമിഴ് കൂടുതൽ വരുന്നത് നമ്മുടെ പഴയ ടൈപ്പായിട്ടുള്ള ഇച്ചിരി കട്ടി തമിഴാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ചിലവർക്കത് കണക്റ്റ് ആയെന്ന് വരില്ല. അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം, അതായത് ബേസിക്കലി ദുൽഖർ ഇന്നത്തെ സ്പോയിലറോ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഇതിനകത്ത് ബേസിക്കലി ദുൽഖർ ഒരു ആക്ടറാണ്. അതായത് താഴെ നിന്ന് വളർന്നു വരുന്നൊരു ആക്ടറാണ്. പിന്നെ നമ്മുടെ ഈ പുള്ളിക്കാരനില്ലേ, നമ്മുടെ ഒപ്പത്തിലെ നമ്മുടെ വില്ലൻ, അതായത് ഈ പുള്ളിക്കാരൻ ആണ് ഇതിൻ്റെ അത് ബേസിക്കലി ഒരു മെയിൻ കഥാപാത്രം. ഇവർ രണ്ടുപേരും ആക്ടിങ് വൈസ് തൂക്കിയിരിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും ടോപ്പ് നോച്ച് ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ റാണ ഉണ്ട്, അതായത് നമ്മുടെ ബാഹുബലിയിലെ വില്ലനുണ്ട്. പുള്ളിക്കാരൻ എന്നത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫ് ബേസിക്കലി ഇവരുടെ ഒരു ഈഗോ അരഗൻസ് അതൊക്കെ ക്ലാഷ് ആയിട്ട് ഇവർ മറ്റേ പുള്ളിക്കാരൻ, അപ്പോൾ ഒപ്പത്തിലെ മറ്റേ പുള്ളിക്കാരൻ ഡയറക്ടറാണ്, ഈ പുള്ളിക്കാരൻ ആക്ടറാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള അരഗൻസ് ഈഗോ ഒക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാത്ത ഈഗോയും അരഗൻസും ഒക്കെ കാണിക്കുന്നത്. പിന്നെ ദുൽഖറിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ആ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ തന്നെ ചിന്തിച്ചു, അയ്യോ ഇത് അയാളുടെ ഭാഗത്താണോ ശരി, അത് ദുൽഖറാണോ ശരി, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യും. അത് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖറിൻ്റെ ആക്ടിങ് തന്നെയാണ്. ആക്ടിങ് ഈ മൂവിയിൽ ദുൽഖറിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. അതായത് നമ്മുടെ കഴിഞ്ഞ ലക്കി ഭാസ്കറിൽ ദുൽഖറിൻ്റെ ആക്ടിങ് നമ്മുടെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖറിന് ഇന്നത്തെ ഒരു ഡാൻസ് ഉണ്ട്, അതായത് ഇന്നത്തെ ഒരു ഡ്യുവറ്റ് ഡാൻസ് ഉണ്ട്. പക്ഷേ ദുൽഖർ ഇന്നത്തെ ഒരു ഡാൻസ് അടിപൊളിയായിട്ട് ദുൽഖർ നല്ല രീതിയിൽ ഡാൻസ് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആ ഗ്രാഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ദുൽഖറിൻ്റെ അറഗൻസും മറ്റേ നെഗറ്റീവ് ഷെയ്ഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫിൽ പെട്ടെന്ന് അവരുടെ സ്റ്റുഡിയോയിൽ ഒരു മർഡർ നടക്കുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ടാണ് റാണ വരുന്നത്. അതിൻ്റെ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇത് എങ്ങനെ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗ് വരുന്നുണ്ട്, അതായത് ഭയങ്കര ലാഗ് എന്നാൽ ചെറിയ ലാഗ് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഈ മൂവി കാണാൻ പോകുന്നത് സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കര ആക്ഷൻ പടമാണോ, ഭയങ്കരമായിട്ട് ത്രില്ല് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് പടമാണെന്ന് വിചാരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവും. അത് നിങ്ങൾക്കൊരു മൂവി എൻജോയ് ചെയ്യണം. അതൊരു തമിഴ് പടം, അതായത് ആക്ടിങ് ബേസിലും ഒരു സ്ക്രിപ്റ്റ് ബേസിലും ആയിട്ടുള്ള ഒരു പടം. അത് നമ്മുടെ സാധാ ഒരു മലയാളം പടം അങ്ങനെ ഇറങ്ങുന്നത്. അതായത് നമ്മൾ ഭയങ്കര അടിയും ഇടിയും കുത്തൊന്നും ഇതിനകത്തില്ല, വലിയ ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മലയാളം ഫിലിമിൽ നമ്മുടെ മലയാളം മൂവി എലിവേറ്റ് ചെയ്യുന്നില്ല, അതേപോലെ ഇതൊരു എലിവേറ്റ് കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അത് ക്ലൈമാക്സ് എടുത്തപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ക്ലൈമാക്സിൽ വെറുതെ അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ദുൽഖറാന്ന് തോന്നുന്നു, ഇതിൻ്റെ പ്രൊഡ്യൂസർ ദുൽഖർ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള അപ്രോച്ച്. ദുൽഖർ ഈ ടൈപ്പ് മൂവീസ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് അപ്രോച്ച് തന്നെയാണ് ദുൽഖർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതേ ടൈപ്പ് പടങ്ങൾ ഇനിയും വരണം, എന്നാലേ നമുക്ക് ഇതേപോലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ, അതായത് ദുൽഖർ ഇതേപോലത്തെ അത്ര നെഗറ്റീവ് റോൾസ് അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും പക്ഷേ പുള്ളിക്കാരൻ ഇതേപോലത്തെ റോൾസ് കേപ്പബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു പറ്റിയൊരു പടമാണിത്. ഇന്നത്തെ ബേസിക്കൽ ട്വിസ്റ്റോ കാര്യങ്ങളോ നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ വലിയ സസ്പെൻസോ കാര്യങ്ങളോ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ന ആളായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ് ഇന്ന സൈഡ്, നല്ലവൻ ആരൊക്കെയാണ്, ഇന്ന ചീത്ത ആരൊക്കെയാണെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് കുറേ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിലാണ് ഈ ഫിലിം കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത്. ഈ ഫിലിമിന് എങ്ങനെ പോയാലും ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ്, മിക്സഡ് റിവ്യൂസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി ഓരോ റിവ്യൂസും ആൾക്കാരുടെ നോർമൽ ഓഡിയൻസിലോട്ട് എത്തുമ്പോഴത്തേക്കും കുറേ മിക്സഡ് റിവ്യൂസ് വരും. കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരില്ല, പക്ഷേ ഇത് കുറേ പേർക്ക് വർക്കാവും. എനിക്ക് പേഴ്സണലി ഈ മൂവി അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ കാണുക, തിയേറ്ററിൽ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക.
ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഈ പടം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലവർക്ക് ഈ പടം വർക്കായെന്ന് വരില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ റിവ്യൂസ് നോക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഇതേപോലത്തെ വീഡിയോസിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.